ഉപതെരഞ്ഞെടുപ്പിൽ UDF വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് മലപ്പുറത്ത് ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാഅത്ത് ഇസ്ലാമിയും SDPI അടക്കമുള്ള തീവ്രവാദ ശക്തികളുമായിട്ടാണ് UDF നിലകൊള്ളുന്നത്. അക്കാരണത്താലാണ് പാർട്ടി അതിനെ മഴവിൽ സഖ്യമെന്ന് വിളിക്കുന്നത്. നിലമ്പൂരിലടക്കം ദൂരവ്യാപക ഫലമുണ്ടാക്കുമെന്നും അക്കാര്യത്തിൽ UDFന് മനപ്രയാസമില്ല എന്നാണ് UDFന്റെ പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാകുന്നതെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. നേരത്തെ CPMനെ ജമാഅത്ത് ഇസ്ലാമി സഹായിച്ചിരുന്നപ്പോൾ നല്ലവരായിരുന്നവർ എതിർ വിഭാഗത്തെ സഹായിക്കുമ്പോൾ മോശക്കാരാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ജമാഅത്ത് ഇസ്ലാമിയുമായി മുൻപും പാർട്ടിക്ക് ബന്ധമുണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാവുകയുമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. UDF എന്നാണ് പറയുക, UDF അല്ല, വർഗീയ മുന്നണിയാണ്. PDPയുടെ പിന്തുണയൊക്കെ PDP എന്ന് പറയുന്നതും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെയാ. ഞാൻ നേരത്തെ പറഞ്ഞാണ്, വീണ്ടും മുഴുവൻ ആവത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം PDP എന്ന് പറയുന്നത് ഇതുപോലെ സാർവദേശീയ തലത്തിലുള്ള വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ, അല്ലെങ്കിൽ വർഗീയ ലോകം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് PDPയിൽ ഇന്നത്തെ അവസ്ഥ. പണ്ടത്തെ ഏതെങ്കിലും അവസ്ഥയിലാണ് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളും തമ്മിലുള്ള ഒരു മുന്നണിയുടെ ഭാഗത്തൊന്നുമല്ല. ഈ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും PDP ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. PDPന്റെ പിന്തുണ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കുറ്റവും ജമാഅത്ത് ഇസ്ലാമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഐക്യപ്രസ്ഥാനത്തിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇതിനും അപ്പുറം പറയും. BD സതീശന് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു നടക്കുകയാണ്. ഇതെല്ലാം ഞാൻ മഴവിൽ സഖ്യയില്ലേ, അതിന്റെ ഭാഗം പറഞ്ഞില്ലേ, അതെല്ലാം പല സീസൺ എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പൊ പറയാൻ സാധിക്കില്ല. കഴിയട്ടെ, അന്നേരം നമുക്ക് മനസ്സിലാക്കാം. സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നല്ലോ, ഇതിനൊരു സാഹചര്യം വിലയിരുത്തി എത്രത്തോളം അനുകൂലമാണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈയിടുകയാണ് ഈ മണ്ഡലത്തിന്റെ അവസ്ഥ. ഏകദേശം എത്ര ഭൂരിപക്ഷം കിട്ടുന്നതാണ് ഒരു വിലയിരുത്തൽ? കുറച്ച് കഴിഞ്ഞ് പറയാട്ടോ, ഭൂരിപക്ഷം സംബന്ധിച്ച കുറച്ച് കഴിഞ്ഞ് പറയാം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിന്റെ CMന്റെ പരിപാടി ചേഞ്ച് ഉണ്ടോ? പക്ഷേ 13-14-15 തന്നെയാണോ CMന്റെ ചേഞ്ചില്ല. 13-14-15 പിന്നെ എന്തോ ആരോ പറഞ്ഞിട്ട് ഒരു ഹിന്ദു മുന്നണിയായിട്ട് എനിക്കറിയില്ല. എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല എന്നെ കാണാൻ വന്നിട്ട് ആർക്കറിയില്ല. എനിക്കറിയില്ല ഏത് സമയമാണ് ഞാൻ എന്തിനാ വേണ്ടത് ഞാൻ വേണ്ടില്ല. ആരാന്ന് അറിയാണ്ട് പിന്നെ വേണ്ട പറഞ്ഞു ചോദ്യം തന്നെ ചോദിച്ചു ആരാന്ന് വിചാരിച്ച അതാ ഞാൻ ചോദിച്ചു. ആരാന്ന് ചോദിച്ച വേറൊരു സ്വാമിയുണ്ട്, ചോദിച്ച ആരാന്ന് പറ. ഏതാ ഹിന്ദു മതസഭയുടെ പണ്ടത്തെ സമാർക്കറിയാ മുന്നണിയാ? ആരാന്ന് ഒരു സ്വാമിനെയും പറ്റി എനിക്ക് വിവരമില്ല. എന്റെ അടുക്ക ഒരു സ്വാമി വന്നിട്ടുമില്ല. ഞങ്ങൾ ആരോടും ഞങ്ങളെ പിന്തുണക്കൊന്നും പറഞ്ഞിട്ടുമില്ല ഒരു സ്വാമിയോടും. ഇമാതിരി ശുദ്ധ അസംബന്ധങ്ങൾ രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ. അതാ ഞാൻ പറഞ്ഞത്, എന്നോട് പറഞ്ഞാൽ മതി ആരാന്ന്. അത് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു 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 ഭാഗമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു മുന്നണിയില്ല, ഒരു ഐക്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാന്ന് അറിയില്ല. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിന്റെ പേര് UDFന്റെ ഭാഗമായിട്ട് പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമായിട്ട് വന്നപ്പോ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു സന്യാസി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കാണ്. ഏതാ സന്യാസി എന്നും ആരാന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാക്കാം. അതൊരു സൃഷ്ടിക്കപ്പെട്ട കാര്യമാണെന്നാണ് ഭാഷ പറയുന്നത്. പിന്നെന്താ പറയണ്ട, സൃഷ്ടിക്കപ്പെട്ടതല്ലോ ഈ ഉടനെ പിന്നെ ആ ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ചർച്ച നിങ്ങൾക്കല്ലേ വേറെ. ഒരു ഗൂഢാലോചന ക്ഷീണം മാറിയിട്ടുണ്ടോ? എനിക്കൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള എന്തെങ്കിലും അന്വേഷിച്ചു ഞാൻ പറഞ്ഞു. ഇതും അന്വേഷിക്കട്ടെ എന്നാലും കേട്ടോ. ഇമാതിരി എന്ത് തോന്നിയാസവും പറയാൻ തയ്യാറായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഞാൻ വന്ന് പറഞ്ഞാണ് ആയുസുമില്ല UDFന്. അതുകൊണ്ട് നിരായുധമായ രീതിയിലൊരു രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമാതിരിയാ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മുന്നണിയുടെ ഗതികേടുന്നതാണ് എന്ന് പറയാണ്. ഈ വർഗീയ കൂട്ടുകെട്ട് വരുമ്പോൾ ഇങ്ങനെ വരും.
ഇതുപോലെ നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ അവർക്ക് ഒരു കാര്യവും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യം തിളക്കമാർന്ന രീതിയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടിയും പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യം. മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ പറയട്ടെ. എന്നാലും ഇനി UDF ഞങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടാണ് പ്രവർത്തിക്കുന്നത് അറിയോ? അന്നേരമാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രശ്നം വരിക. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രശ്നം വന്നാൽ RS പോലെ തന്നെയാണ്. RSന്റെ കൗണ്ടർ പാർട്ടാണ്. അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ വെറുതെ ഇസ്ലാമിയുടെ സഹായം എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അറിയുന്നില്ല. എന്നാല് ലഭിച്ചിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തെ പറ്റി അറിയണ്ടേ? ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ എപ്പോഴും ആയിരിക്കും. ഞങ്ങൾക്കോ? ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിച്ചില്ല. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയാണ് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. കാരണം രണ്ട് കൂട്ടുകെട്ടല്ലേ, അവരൊരു ഐക്യല്ലേ, അവർ ഐക്യ പ്രസ്ഥാനല്ലേ. അപ്പൊ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ടാവും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ഇനിയോട്ട് ഉണ്ടാവുകയില്ല. ഇനി അതുപോലെ ഇനി ഗ്യാരണ്ടി അതാണ്. ഒരു തരത്തിലുള്ള ഐക്യവും നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളിത് അവർക്ക് മതരാഷ്ട്രവാദം ഇല്ലാന്ന് മതരാഷ്ട്രവാദം ഇപ്പോൾ ഇല്ലാന്ന് ആരും ജമാഅത്ത് ഇസ്ലാമിന് അല്ലേ? അതാണ് കറക്റ്റ്, അതാ ഉത്തരം. അപ്പോ വർഗീയവാദ നിലപാടിനെ വെള്ളപൂശാൻ കൂടി ശ്രമിക്കുകയാണ്. വർഗീയവാദികൾ കൂട്ടിച്ചേരുന്നത് മാത്രമല്ല, അവരെ വെള്ളപൂശാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതറ്റം വരെയും പോകും കേട്ടാ. ഏതറ്റം വരെയും പോകാൻ ഒരു മടിയില്ലാതെ ഒരുതരം വർഗീയ കൂട്ടുകെട്ടായിട്ട് മാറിയിരിക്കുകയാണ് UDF. അത് UDF അല്ല ഇനി പറയുന്നത്, അതിന് വേറെ പേര് കൊടുക്കുവാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, കണ്ടുപിടിക്കും. ഈ ലീഗിന്റെ സ്വാധീനമാണോ ജമാഅത്ത് ഇസ്ലാമിനെ എങ്ങനെ സംഘടിപ്പിക്കാനുള്ള താല്പര്യം? ലീഗിന്റെ അകത്ത് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ് ജമാഅത്ത് ഇസ്ലാമി. പക്ഷെ ആശയപരമായിട്ട് ലീഗിന്റെ ഒക്കെ ഒരു മാസ്റ്റർ ഹെഡായിട്ടാണ് ഇപ്പൊ അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. PDPയുമായുള്ള CPM ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് PDP വർഗീയ രാഷ്ട്രവാദത്തിന് പിന്തുണ നൽകുന്നവരല്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.